നമസ്കാരം. വട്ടിയൂർക്കാവ് വാഴ്വോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതനെതിരെ ഗുണ്ടാ നിയമപ്രകാരം നടപടി സ്വീകരിച്ചതിനെതിരെ രാഷ്ട്രീയ സംഘടനകൾ വ്യാപക പ്രചരണം നടത്തുന്നതിനിടെ കൗൺസിലറുടെ കടുത്ത കുറ്റകൃത്യങ്ങളുടെ ചരിത്രം പുറത്തുവിട്ട് ആഭ്യന്തര വകുപ്പ്. രാഷ്ട്രീയ പ്രേരിതമായാണ് സുഗതനെതിരെ നടപടിയെടുത്തതെന്ന ആരോപണങ്ങളുടെ മുനിയൊടിക്കുന്നതാണ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ ഈ നീണ്ട പട്ടിക. വധശ്രമം, കൊലപാതക ശ്രമം, ലഹളയുണ്ടാക്കൽ, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങി പൊതുസമൂഹത്തിന് കടുത്ത ഭീഷണിയാകുന്ന 19 ക്രിമിനൽ കേസുകളാണ് ഇയാൾക്കെതിരെ നിലവിലുള്ളതെന്ന് ആഭ്യന്തര വകുപ്പിന്റെ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. കൗൺസിലർ സുഗതനെതിരെ വിവിധ കടുത്ത വകുപ്പുകൾ പ്രകാരം 3 നരഹത്യാ ശ്രമക്കേസുകളും ഒരു കൊലപാതക ശ്രമക്കേസും നിലവിലുണ്ട്. മുൻപ് രജിസ്റ്റർ ചെയ്ത കൊലപാതക ശ്രമക്കേസിന് പുറമെ വിവിധ വർഷങ്ങളിലായി 3 നരഹത്യാ ശ്രമക്കേസുകളും ഇയാൾക്കെതിരെ ചാർജ് ചെയ്തിട്ടുണ്ട്. പുതിയതും പഴയതുമായ നിയമങ്ങളിലെ കർശനമായ വകുപ്പുകൾ പ്രകാരമാണ് ഈ കേസുകളെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. പൊതുസ്ഥലത്ത് ക്രമസമാധാന നില തകർത്ത് ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചതിന് ഇയാൾക്ക് കോടതി മുൻപ് 4000 രൂപ പിഴ ചുമത്തിയിരുന്നു. ലഹളയുണ്ടാക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കർത്തവ്യ നിർവഹണം തടസ്സപ്പെടുത്തിയതിന് നിലവിൽ കോടതിയിൽ വിചാരണ നേരിടുന്ന കേസും ഇയാൾക്കെതിരെയുണ്ട്. ഇതിനു പുറമെ ഭീഷണിപ്പെടുത്തി കലാപം സൃഷ്ടിച്ച് ആളുകളെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിനും നാശനഷ്ടങ്ങൾ വരുത്തി അക്രമം അഴിച്ചുവിട്ടതിനും വട്ടിയൂർക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വഴിതടയൽ, അസഭ്യം പറയൽ, ഭീഷണിപ്പെടുത്തൽ, വസ്തുവകകൾ നശിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് വിവിധ വർഷങ്ങളിലായി നിരവധി കേസുകളാണ് സുഗതന്റെ പേരിലുള്ളത്. കൂടാതെ പുതിയ നിയമപ്രകാരം പൊതുയോഗങ്ങൾ ഭീഷണിപ്പെടുത്തി തടസ്സപ്പെടുത്തിയതിനും അനുവാദമില്ലാതെ ഉച്ചഭാഷിണി പ്രവർത്തിപ്പിച്ചതിനും നിയമവിരുദ്ധമായി ആളുകളെ കൂട്ടി പൊതുസ്ഥലത്ത് തടസ്സം സൃഷ്ടിച്ചതിനും ഇയാൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പ്രദേശത്തെ ഇരു വിഭാഗങ്ങൾക്കിടയിൽ നിരന്തരം സംഘർഷങ്ങൾക്കോ വലിയ കലാപങ്ങൾക്കോ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി 1 വർഷം വരെ സമാധാനം പാലിക്കണമെന്ന ബോണ്ട് ഒപ്പിട്ട് നൽകാൻ മുൻ വർഷങ്ങളിൽ മജിസ്ട്രേറ്റ് ഇയാളോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. 4ലധികം തവണയാണ് ഇത്തരത്തിൽ സമാധാന ലംഘനം ഉണ്ടാകാതിരിക്കാൻ അധികൃതർ സുഗതന് മുന്നറിയിപ്പ് നൽകിയത്. സമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിൽ നിരന്തരമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് പതിവാക്കിയ പശ്ചാത്തലത്തിലാണ് കൗൺസിലർ സുഗതനെതിരെ ഗുണ്ടാ നിയമപ്രകാരം കടുത്ത നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ച ഉത്തരവിലൂടെയാണ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തിയിട്ടുള്ളത്. ഇതോടെ രാഷ്ട്രീയ വേട്ടയാടൽ വാദങ്ങൾ ജനമധ്യത്തിൽ പൊളിയുകയാണെന്ന് ഭരണകേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നു. സുഗതനെതിരെ കാപ്പ ചുമത്തിയതിനെതിരെ പ്രതിപക്ഷ സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രചരണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ഭരണകൂടം തങ്ങളെ ലക്ഷ്യമിട്ട് അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെന്നാണ് ഇവരുടെ വാദം. എന്നാൽ ഈ വാദങ്ങളെയെല്ലാം രാഷ്ട്രീയ നാടകങ്ങളാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന ഔദ്യോഗിക വിവരങ്ങൾ. വട്ടിയൂർക്കാവ് വാഴ്വോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതനെതിരെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രിമിനൽ കേസുകളുടെ വിശദ വിവരങ്ങൾ പുറത്തുവന്നതോടെ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ജനപ്രതിനിധി എന്ന പദവി ദുരുപയോഗം ചെയ്ത് ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് ഭംഗം വരുത്തുന്ന രീതിയിലായിരുന്നു സുഗതന്റെ പ്രവർത്തനങ്ങളെന്ന് നാട്ടുകാരിൽ ചിലരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെന്ന് ആഭ്യന്തര വകുപ്പ് പറയുന്നു.